ഇപ്പോൾ ഈ ഒരു ഫയർ ഉള്ള സ്ഥലത്ത് ഈ ഒരു സ്പേസിൽ ഞാൻ എന്താ പറയുക, ഞാൻ കോളേജിലുള്ള സമയത്ത് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഐ തിങ്ക് ലാസ്റ്റ് ഇയർ ആണ് ആദ്യമായിട്ട് ഈ സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിലും ഞാൻ ഫസ്റ്റ് ക്യൂരിയോസിറ്റി ആയി പോയത് ഈ പറഞ്ഞ ആർട്ട് വർക്കും കാർട്ടൂൺസൊക്കെയാണ്. എന്താണ് ഈ ഒരു സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ ആർട്ട് വർക്കുകളിൽ ഓരോന്നിനും ഓരോ റിലവൻസ് ഉണ്ട്. ഈവൻ വാട്ട് ഈസ് ഈ സ്പേസ് അബൌട്ട്? ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഓരോ ആൾക്കാർ ഇപ്പം ഓവർ ദ ഇയേഴ്സ് പല സ്റ്റാർട്ടപ്പുകളും ഇവിടെ നിന്ന് സ്പ്രൗട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകളും. അപ്പം ഒരാൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു സ്പ്രൗട്ട് ഇൻസ്പയർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പറ്റും, അതിനൊരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു കിട്ടുന്നത്. ഇപ്പം യു ക്യാൻ ലുക്ക് അറ്റ് ദ ക്ലോക്ക്. സമയം എത്രയാണെന്ന് പറയാമോ? ഇതെന്ന് റിവേഴ്സ് തിരിയുന്നത്? റിവേഴ്സ് തിരിയണോ? ഇത് റിവേഴ്സ് തന്നെ പറയുന്നത്. സമയം എത്രയാണെന്ന് പറ. സമയം 9:15. 9:15 ആയോ? 9:15 തന്നെയാ. പക്ഷെ അതിന്റെ ഓർഡർ തെറ്റാണുണ്ട് അല്ലേ? എന്ത് ഓർഡർ തെറ്റാണ്? എന്താണ് അവിടുത്തെ തെറ്റ്? മിസ്റ്റേക്ക് എന്താന്ന് പറയാം. സൂചി ഇങ്ങനെയല്ല തിരിയേണ്ടത്. അങ്ങനെയാണ് തിരിയേണ്ടത്. ആരാ പറഞ്ഞു? ഹൂ ടോൾഡ് ദാറ്റ് സൂചി ഇങ്ങനെയാണ് തിരിയേണ്ടതെന്നുള്ളത്? നമ്മൾ കണ്ട് പറയുന്നത് അങ്ങനെയാണല്ലോ, ക്ലോക്ക് വൈസ് ആണ്. അവിടെ എഴുതിയേക്കുന്നത് വായിക്കാവോ? ഡെയർ ടു ചാലഞ്ച് സ്റ്റാറ്റസ് കോ. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് കോയെ ഇത് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. നമ്മളെല്ലാം ഈ പറയുന്നത് അനുസരിച്ച് ആ ഒരു വരയിലൂടെ മാത്രം പോവുക. CMMI ലെവൽ 5 സർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇന്ന പ്രോസസ്സ് ഫോളോ ചെയ്യുക. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇറ്റ് കർട്ടേഴ്സ് ഇന്നോവേഷൻ ഈസ് ഡീവിയേഷൻ ഫ്രം വാട്ട് ഈസ് ദ എക്സിസ്റ്റിംഗ് അല്ലേ? അതിലേക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൾച്ചർ ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്പാർക്ക് ചെയ്യാനായിട്ടാണ് ഡെയർ ടു ചലഞ്ച് ദ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നൊരു കോഡിൽ നമ്മൾ ക്ലോക്ക് വൈസ് എന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോക്ക് എങ്ങനെയാണ് തിരിയുന്നത് എന്നുള്ളത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. നമ്മൾ 1, 2, 3, 4, 5, 6, 7 നിൽക്കുന്നു, വലിയ സൂചി എവിടെ നിൽക്കുന്നു, ചെറിയ സൂചി എവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ നമ്മുടെ ഒരു ക്ലോക്കിൻ്റെ ടൈം കണ്ടെത്താനുള്ള സാധനം. അപ്പോൾ ഇത് പ്രീ കൺസീവ്ഡ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നതിന് അൺലേൺ ചെയ്ത് പുതിയ കാര്യത്തിനെ നോക്കാനായിട്ട് പറ്റണമെന്നുള്ളത് സ്പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇതുവരെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് റിജിഡായിട്ട് ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. കറക്റ്റ്. പക്ഷേ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളിന് ഇതുവരെയുള്ള സാധനങ്ങൾ മൊത്തം അവിടെ പോസ് ചെയ്യും, പുതിയതായിട്ട് ഇപ്പോൾ പഠിച്ച സാധനം വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലത്തെ വേറെ ഏതൊക്കെയാണ് കാർട്ടൂൺസ്? ഇപ്പോൾ താഴെ ഇപ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്? ഗ്രിറ്റ് എന്ന് പറയുന്നത് പാഷൻ പ്ലസ് പേഴ്സവറൻസ്. നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണുള്ളത്. ഇറ്റ് ഈസ് നോട്ട് IQ or EQ, ഇറ്റ് ഈസ് ഗ്രിറ്റ്. ഒരു പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഈ ഓരോ സാഹചര്യങ്ങളിലും താഴെ വീണ് പോയിട്ടുണ്ടാവും. എത്ര പ്രാവശ്യം വീണു എന്നുള്ളതല്ല, വീണ്ടും വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് മുമ്പിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്പോർട്സിലായിക്കോട്ടെ, സിനിമയിലായിക്കോട്ടെ, സ്റ്റാർട്ടപ്പിലായിക്കോട്ടെ, സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ചുറ്റും അവരെ പിടിച്ചു വലിക്കാനും താഴെ ഇടാനും ഉള്ള ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് എടുത്തു കഴിഞ്ഞാലും എല്ലാം അവരാരും ദൈവമായിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന ഒരു കോമൺ ക്വാളിറ്റി ഈസ് ഗ്രിറ്റ് ഓർ പേഴ്സവറൻസ്. അവർക്ക് പാഷനേറ്റ് ആയിട്ട് പേഴ്സവറൻസോടെ മുമ്പിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കോർ വാല്യൂവിൽ വരുന്നൊരു കാര്യം. ഫ്ലോനെ പറ്റി പറയുന്നത് സ്റ്റേറ്റ് ഓഫ് എഫോർട്ട്ലെസ് കോൺസെൻട്രേഷൻ. ഫ്ലോ എന്ന് പറയുന്നത് നമ്മളിപ്പം പോഡ്കാസ്റ്റ് നമ്മൾ തുടങ്ങി 2 മണിക്കൂറായി 3 മണിക്കൂറായി, വി ലോസ് ട്രാക്ക് ഓഫ് ടൈം ആൻഡ് വി വർ ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ വാട്ട് വി ആർ ഡൂയിങ് ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി ടൈം വി ആർ ഹാപ്പി. നമ്മളിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടൈം മറന്നു പോയിട്ട് സിനിമ തീർന്നു അയ്യോ എന്ന് ആലോചിക്കുന്ന സമയമുണ്ട്. ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യുന്നതായിരിക്കും, കൂട്ടുകാരായിട്ട് സംസാരിക്കുന്നതാവാം. എപ്പോൾ നമ്മൾ സന്തോഷിക്കുന്നോ ആ ടൈം ശരിക്കും നമ്മൾ ഫ്ലോയിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. അവിടെ ടൈം കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു കൾച്ചർ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലോയാണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് വി ഡു നോട്ട് നീഡ് ക്വാളിറ്റി ടൈം, വി ഡു നോട്ട് നീഡ് മോർ ടൈം, വി നീഡ് ക്വാളിറ്റി ടൈം. ആ ഫ്ലോയിൽ ഇമേഴ്സീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം കോഡ് എഴുതിയാൽ മതി. അല്ലാത്ത സമയത്ത് നിങ്ങൾ എന്ത് വേണോ ചെയ്തോളൂ എന്ന് പറയുന്നൊരു ക്വസ്റ്റൻ. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ബിക്കോസ് വി ആർ ടാസിഡ് വർക്കേഴ്സ്, വി ആർ നോട്ട് ട്രാൻസ്ഫോർമേഷണൽ വർക്ക്. അതായത് നമ്മുടെ ഒരു ഫാക്ടറിയിൽ കുറേ സാധനത്തെ എടുത്ത് അപ്പുറത്തോട്ട് വെക്കുന്ന ഫിസിക്കൽ ലേബർ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ബ്രെയിനിന് ആ ഒരു ഫ്രീ സ്പേസിൽ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു ബി ഹാപ്പി. അപ്പോൾ ആ ഹാപ്പിനെസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒപ്റ്റിമലായിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ദ എക്കോ ചേമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ദാറ്റ് ഈസ് ദ കോർ മെസ്സേജ്.
അതായത് നമുക്ക് ചുറ്റുമുള്ള കുറേ ആൾക്കാരുടെ ആവറേജാണ് നമ്മൾ. എനിക്കെന്തറിയാം, അത് തന്നെയാണ് എൻ്റെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ അറിയുന്ന സെയിം സാധനം തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫീൽഡുകളിലും എല്ലാം നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മളൊരു എക്കോ ചേമ്പർ ലൈ എന്ന് പറയും. ഞാൻ പറയുന്നതിനെ തിരിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. അവിടെ നമ്മൾക്ക് ഒരു അഹങ്കാരം വരിക, എനിക്കെല്ലാം അറിയാവുന്ന ഒരു അഹങ്കാരം. ബട്ട് വി ആർ അൺകോൺഷ്യസ്ലി ഇൻകംപീറ്റൻറ്റ്. നമുക്ക് ഇൻകംപീറ്റൻ്റ് ആണെന്ന് നമുക്ക് അറിയില്ല. കാര്യം ബാക്കി അതിൻ്റെ പുറത്ത് എന്താണെന്ന് അറിയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇത്തരം പോഡ്കാസ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരം പുതിയ പുതിയ ആൾക്കാരെ കണക്ട് ചെയ്താൽ ഇതെല്ലാം നമ്മുടെ എക്കോ ചേമ്പേഴ്സിനെ ബ്രേക്ക് ചെയ്യുകയാണ്. സോ വി ഹാവ് ടു കോൺസ്റ്റൻ്റ്ലി ബ്രേക്ക് അവർ എക്കോ ചേമ്പർ. നമ്മളാണ് ഒരു കമ്മ്യൂണിറ്റിക്കകത്ത്, നമ്മളാണ് ഏറ്റവും കൂടുതൽ, നമ്മളെല്ലാ സാധനവും നമ്മൾ തന്നെ പറയുന്ന എല്ലാവരും ശരിയെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ ആ ഒരു എക്കോ ചേമ്പർ പൊട്ടിക്കാൻ സമയമായി. വീണ്ടും അടുത്തൊരു ലെവലിലേക്ക് വരും. അവിടെയും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിലേക്ക്, നമ്മളൊരു എക്കോ ചേമ്പറിലേക്ക് എത്തും. സോ കോൺസ്റ്റൻ്റ്ലി ബ്രേക്കിംഗ് ദ എക്കോ ചേമ്പേഴ്സ് ഈസ് ദ മസ്റ്റ് ഫോർ എനി സ്റ്റാർട്ടപ്പ് ടു സക്സീഡ്. പിന്നെ വേറൊരു സാധനം, ഫോളോ നൺ ബട്ട് ലേൺ ഫ്രം എവരി വൺ. അതായത് നമുക്ക് പലപ്പോഴും ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് ഫോളോ ചെയ്യും, അയാൾ പറയുന്നത് എല്ലാം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് ഫോളോ ചെയ്തിട്ട് അയ്യോ ഞാൻ സക്സസ്ഫുൾ ആയില്ലേ എന്ന് പറയും. ഓരോ ആൾക്കാരും അവരുടേതായിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ് ജീവിക്കുന്നത്. അവർ ചെയ്ത സാഹചര്യങ്ങൾ അതേ സാധനം വേറൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കണമെന്നില്ല. ഓരോ ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അയാൾ പറയുന്നതെന്ന് നമ്മൾ ലേൺ ചെയ്യുകയും ആ ലേൺ ചെയ്തിട്ട് നമ്മളുടെ കോണ്ടെക്സ്റ്റൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം അത് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ. സോ യു ഹാവ് ടു ലേൺ ഫ്രം എവരി വൺ. ബ്ലൈൻഡ് ആയിട്ട് ആരെയും എന്നെ അടക്കം ഫോളോ ചെയ്യരുത് എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ്.